നമ്മളെ ഇന്നത്തെ സൈറ്റ് നമുക്ക് ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഒരു സ്റ്റോൺ കോട്ടഡ് റൂഫിങ്ങിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ 2 ബെഡ്റൂം ആയിട്ട് വരുന്ന 2 ഭാഗവും അതുപോലെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റൂമാണ്. ഏകദേശം ഒരു 12x18 സൈസ് റൂമിൻ്റെ സൈസ് 12x18 സൈസ് വരുന്ന ഒരു റൂമും, അതുപോലെ ഇത് ഇത്തിരി വലുതാണ്. ഇത് ഏകദേശം ഒരു 12x22 23 അങ്ങനെ എന്തോ ആണ് ഈ റൂമിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ വാർപ്പിൻ്റെ നമ്മൾ ഇതിന് മുമ്പ് കണ്ട 2 റൂഫും ഓപ്പൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്ക് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പക്ഷേ ഇത് ഓപ്പൺ സിറ്റ് ഔട്ട്, ഏറ്റവും താഴത്തെ സിറ്റ് ഔട്ട് അവർ കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സെറാമിക്കിൻ്റെ ഓട് വിരിക്കണതിന് പകരം വീട് മുഴുവനും ഏകദേശം ഒരേ സ്ട്രെച്ചർ ആയിക്കോട്ടെ എന്നുള്ള ഒരു സങ്കല്പം ആ കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഓരോ ഓപ്പൺ സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗം സെറാമിക്കിൻ്റെ ഓട് വിരിക്കാതെ നമ്മൾ ഇരുമ്പിൽ ഇതുപോലെ സ്ട്രെച്ചർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റോൺ കോട്ടഡ് റൂഫിങ്ങിൻ്റെ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം ഇതിൽ സംഭവിക്കും. കാരണം നമ്മളെ സെറാമിക്കിൻ്റെ ഓട് ഏകദേശം ഒരു ഓടിന് 65-70 റുപ്യോളം വരുന്നുണ്ട്. നമ്മൾ സ്റ്റോൺ കോട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് 110 മുതൽ പിന്നെ അങ്ങോട്ടാണ് പ്രൈസ് വരുന്നത്. ഇതെല്ലാം ഏകദേശം ഒരു 115-120 റുപ്യ ആവറേജ് പ്രൈസുള്ള സ്റ്റോൺ കോട്ടഡ് ഷീറ്റാണ്. പല പല കമ്പനിയും മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് ഏത് കമ്പനിയാണെന്നുള്ളത് ഞാൻ പറയണില്ല. അപ്പോൾ ഏറെക്കുറെ വർക്കെല്ലാം ഫിനിഷിങ് ആയിക്കൊണ്ട് വരികയാണ്. പിന്നെ സ്റ്റോൺ കോട്ടഡ് വർക്കിൻ്റെ താഴെ മുഴുവനായിട്ട് നമുക്ക് സീലിങ്ങിൻ്റെ വർക്കുണ്ട്. അത് വുഡിൻ്റെ പാനൽ കൊണ്ട് നമ്മൾ ഒരു സീലിംഗ് ഓടിന് സാധാ നോർമലി ടി ആംഗിൾ വെച്ചിട്ട് നമ്മൾ സെറാമിക്കിൻ്റെ സീലിംഗ് ഓടും അല്ലെങ്കിൽ സാധാ നോർമലി സീലിംഗ് ഓടാണ് ചെയ്യൽ.